അഭിവന്യ മാത്യപിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട ജനറാളച്ച, പ്രൊവിൻഷ്യാളച്ചന്മാരെ, വികാരിയച്ച, ആശ്രമം സുപ്പീരിയറച്ച, സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പൗരോഹിത്യത്തിലേക്ക് വെച്ചുവെക്കുന്ന ബിബിൻ ശംസാന, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, സഹോദര, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിമലഗിരിക്കാരെ, ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കണം. കാരണം നിങ്ങളുടെ പേരിൽ തന്നെ മാതാവും ഗിരിയും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പഴയ പേരും ഈശോയ്ക്ക് ഇഷ്ടമായിരിക്കണം. കാടപ്പാറ എന്നുള്ളത് പത്രോസിനോട് ഈശോ പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്നുള്ളതാണല്ലോ. 14 പാറകൾ കർത്താവ് ഇതിനോടകം തന്നെ നിങ്ങളിൽ നിന്നും പെറുക്കി എടുത്തു എന്ന് പറയുന്നത് തന്നെ അതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ബിബിൻ മൂലൻ സംസാനെയും ഈശോയ്ക്ക് വളരെ ഇഷ്ടമായിരിക്കണം. കാരണം മൂലനിൽ മൂലയുണ്ടല്ലോ. ഞാൻ വെറുതെ അങ്ങ് വിചാരിക്കുക, ഈ മൂലക്കല്ലെന്നുള്ള വാക്ക് കടന്നു വരുന്നത് മൂലൻ എന്നുള്ള മൂലപദത്തിൽ നിന്നുമായിരിക്കുമെന്നുള്ളത്. മൂലൻ പാറ എന്നുള്ളത് അത്ര ചേർച്ചയുള്ള പ്രയോഗമല്ലെങ്കിലും മൂലക്കല്ല് വളരെ സുവിശേഷാത്മകമായ ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിബിൻ മൂലൻ കർത്താവിനാൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ആളാണ്. വിമലഗിരി, ഇല്ലിത്തോട്, മലയാറ്റൂർ നിവാസികൾക്കൊന്നും പാറമടയൊന്നും അത്ര അന്യമായിട്ടുള്ള കാര്യമല്ല. പാറമടകളിലൊക്കെ വെള്ളക്കെട്ടുകൾ ധാരാളം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പാറയിൽ നിന്നും വെള്ളം ഒഴുകുന്നത്, പാറയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വെള്ളം ധാരയായിട്ട് ഒഴുകുന്നത്, അത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ വടികൊണ്ടടിക്കുമ്പോൾ ദൈവവചന പണ്ഡിതര് നമുക്ക് പറഞ്ഞു തരുന്നത്, അത് സുവിശേഷത്തിൽ കാൽവരിയിൽ ഈ ഹൃദയം പിളർക്കപ്പെടുന്ന ഈശോയുടെ പ്രതീകമാ ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളം എന്നുള്ളതാ. അവിടുത്തെ തിരുഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ രക്തവും വെള്ളവും ഒഴുകുകയുണ്ടായല്ലോ. എല്ലാ തിരുപ്പട്ടത്തിലും നമ്മൾ ഈ പാറയെ പറ്റിയും മൂലയെ പറ്റിയും ഒക്കെ ധ്യാനിക്കണം. കാരണം അൾത്താരയിലെ പറ്റിയും അവിടെ നിന്നൊഴുകുന്ന ജീവജലത്തെ പറ്റിയും ഒക്കെയാ അത് നമ്മളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത്. പാറയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പഞ്ചാബ്, രാജസ്ഥാൻ മിഷണറിമാരാ. ആ മിഷന് വേണ്ടി ബിബിനച്ഛനും അഭിഷിക്തനാകുവാനായിട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ മൈനർ സെമിനാരി മലോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെക്ടറച്ഛൻ ഞങ്ങളെ പിക്നിക്കിനായിട്ട് രാജസ്ഥാനിലെ ബിക്കാനീറിലേക്ക് കൊണ്ടുപോകും. താർ മരുഭൂമിയിലൂടെയുള്ള സുദീർഘമായ യാത്രയാ. പൂഴിമണ്ണും കുറ്റിച്ചെടികളും ഒക്കെ മാത്രമേ കാണുവാനുള്ളൂ. എന്നാൽ പോകുന്ന വഴിക്ക് അവിടെയൊക്കെ അത്ഭുതകരമായ ചില കാഴ്ചകളുണ്ട്. ഈ മരുഭൂമിയുടെ നടുക്ക് ഒറ്റപ്പെട്ട പച്ച തുരുത്തുകൾ കുറച്ചൊക്കെ കാണുവാനുണ്ട്. കാരണം അതിൻ്റെയൊക്കെ മധ്യത്തില് മരുഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും കുഴൽക്കിണർ വഴി കുഴിച്ചെടുക്കുന്ന നെൽക്ക എന്ന് അവര് വിളിക്കും. വെള്ളം കൊണ്ട് ജലസേചനം നടത്തി ഒത്തിരി പൂഴിമണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുവാനായിട്ട് സാധിക്കുന്നു. ഞാനിത് അനുസ്മരിക്കാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ അത്തരുണത്തില് ഉത്തരേന്ത്യയിലെ സാമൂഹിക അനീതിയും അരാജകത്വവും ജാതി വ്യവസ്ഥയും ഒക്കെ കൊടികുത്തി വാഴുന്ന അനീതിയുടെ മരുഭൂമികളില് ഈശോയ്ക്ക് വേണ്ടി ഹൃദയ രക്തം തന്നെ പങ്കുവെക്കുന്നവരാ. പാറയിലടിച്ച് അവര് വെള്ളം പുറപ്പെടുവിക്കുന്നവരാ. മരുഭൂമിയിൽ പ്രളയം സൃഷ്ടിക്കുന്നവരാ. പൗരോഹിത്യത്തിന്റെയും ദൈവവിളിയുടെയും ഒക്കെ മിഷനിലെ സാങ്കത്യം എന്താണ് എന്നുള്ളത് ഈ മരുഭൂമിയിലെ പച്ചത്തുരുത്തുകളുടെ പ്രതീകം ഞങ്ങളെ ഒത്തിരി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുകയാ. അങ്ങോട്ട് തന്നെയാ ഞങ്ങളുടെ ബിബിൻ സംസാനിയും ഇന്നേ ദിവസം അഭിഷിക്തനായിട്ട് കടന്നു പോകുവാനായിട്ട് പോകുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ഏറെ വൈദികരും പഞ്ചാബ്, രാജസ്ഥാൻ മരുഭൂമിയിലെ മിഷണറിമാരായിരിക്കും. അവരൊക്കെ വെള്ളം ചീറ്റുന്നവരാ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വടിയെടുത്തൊന്ന് അടിച്ചു നോക്കിക്കോ, നിങ്ങളുടെ സംശയമൊക്കെ മാറും. ധാരാളം സമൃദ്ധമായ ജീവജലത്തിന്റെ ഉറവകളാ അവരോരോരുത്തരും. ആ വിശുദ്ധ ഗണത്തിലേക്ക് ബിബിൻ സംസാനിയും ചേരുന്നതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. കല്ലിന് മാത്രമല്ല മണ്ണിനും മൂലയുണ്ട് എന്ന് തോന്നാറുണ്ട് എനിക്ക്. നമ്മൾ ഈ ഇരിക്കുന്ന മണ്ണ് വളരെ വിശുദ്ധമായ ഒരു മൂലയാണ്. ഒന്ന് തല ഉയർത്തി നോക്കിയാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാമല്ലേ മലയാറ്റൂരിന്റെ വിശുദ്ധ ഗിരി എന്ന് പറയുന്നത്. നമ്മുടെ അപ്പസ്തോലന്റെ പാദസ്പർശനത്താൽ പുണ്യമായ ഗിരിനിരകളാ മലയാറ്റൂർ ഗിരിനിരകള്. ഈ മൂല
ആഗോള സഭയില് വിശ്വാസത്തിന്റെ ഒരു വിശുദ്ധ മൂല തന്നെയാണ്. സുവിശേഷത്തിൽ ഈശോയെ പറ്റിയുള്ള ഒരു പരാതി, അവന് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നുവെന്ന, 3 പ്രാവശ്യം തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന ഈശോ പറയുന്നത് പോലും, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് മുങ്ങുവോളം ഞാൻ അസ്വസ്ഥനായിരിക്കുമെന്ന്, അവന് മരിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു പോലും. ഈശോയ്ക്കുണ്ടായിരുന്ന ഈ രക്തസാക്ഷിത്വ ആഭിമുഖ്യം മറ്റു ശിഷ്യന്മാർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഉത്തരമുണ്ട്. തോമാസ് ലീഹായ്ക്കുണ്ടായിരുന്നു ഈ മരിക്കുവാനുള്ള അഭിവാഞ്ച. നമുക്കും അവനോടുകൂടി മരിക്കാമെന്ന് പറഞ്ഞ ഏക ശിഷ്യൻ തോമാസ് ലീഹ തന്നെയാ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തോമാസ് ലീഹായുടെയൊക്കെ ചിത്രത്തില് അദ്ദേഹത്തിന്റെ കയ്യില് നമ്മളൊരു കുന്തം പിടിപ്പിക്കുന്നുണ്ട്. ആ കുന്തത്തിന്റെ അഗ്രഹത്ത് ഒരു തുള്ളി രക്തമുണ്ട്. പൗരോഹിത്യത്തിന്റെ വർണ്ണമാ രക്തവർണ്ണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് യുദ്ധസ്മാരകം പോലെയാ അതൊക്കെ കാണപ്പെടുക, അല്ലേ? വിശുദ്ധരൊക്കെ എന്തൊക്കെയോ മാരകായുധങ്ങളും പിടിച്ച് എന്തൊക്കെയോ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാ. തോമാസ് ലീഹായെ പോലെ ഗീവർഗീസിന്റെ കയ്യിലിരിക്കുന്നതും കുന്തമ, യുദാത്ത ദേവസിന്റെ കയ്യിലിരിക്കുന്നത് കോടാലിയ, മിഖായേൽ മാലാഖയുടെ കയ്യിലിരിക്കുന്നത് 1-ാം തരം പടവാള, സെബസ്ത്യാനോസിന്റെ ശരീരം മുഴുവനും അരിച്ചു വിറക്കുന്നത് ക്രൂരമ്പുകളാ. വിശുദ്ധന്മാരൊക്കെ ഇങ്ങനെ മാരകായുധങ്ങളും പിടിച്ച് വെറുതെ നിൽക്കുന്നതല്ല. അത് വിശുദ്ധിയുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ വർണ്ണം രക്തത്തിൻ്റെതായതുകൊണ്ടാ. ഊരിയ വാളിന്റെ ചോരയിൽ മുക്കി ഞങ്ങൾ ചരിത്രം എഴുതും. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രവും ഒക്കെ ആയിട്ട് ചേർന്ന് നമ്മളൊക്കെ കൂടെ കേട്ടിട്ടുള്ള ഒരു വിപ്ലവ ഗാനത്തിന്റെ ഈരടികളാ അത്. ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അങ്ങ് പുന്നപ്ര ചെന്നാൽ നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കും. അങ്ങോട്ടേക്കൊന്നും പോകണ്ട എന്ന് തോന്നുന്നു. അതിന് 100 വർഷം പോലും ആയുസില്ല ഈ വിപ്ലവ ഗാനത്തിനൊന്നും. 2000 കൊല്ലം മുമ്പേ നമ്മൾ ഊരിയ വാളിന്റെ വിപ്ലവ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്നതാ. പൗരോഹിത്യം ഈ ഊരിയ വാളിന്റെ വിപ്ലവം തന്നെ ആകുന്നു എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യം വാള് സൂക്ഷിക്കുന്നത് ഉറയിലല്ല, ഹൃദയത്തിൽ തന്നെയാ. ഹൃദയം പിളർന്നുകൊണ്ട പുരോഹിതൻ ജീവൻ പകർന്നു കൊടുക്കുന്നത്, വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവുന്നത് എന്നുകൊണ്ട് തന്നെ. സ്നേഹമുള്ളവരെ, പുരോഹിതരെ വിശുദ്ധരെ ആരും നമ്മൾ തോക്ക് പിടിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി അതും വരുമായിരിക്കും. ഞങ്ങളുടെ പഞ്ചാബ് രാജസ്ഥാൻ മിഷണറിമാർക്ക് തോക്കും വെടിയുണ്ടയും അത്ര പുത്തരിയൊന്നുമല്ല. ഖാലിസ്ഥാൻ വാദത്തിന്റെ ഭീകരവാദത്തിന്റെ നാളുകളിൽ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഒത്തിരി തോക്കും വെടിയുണ്ടയും ഒക്കെ കണ്ടുമുട്ടിയിട്ടുള്ളതാ. ഞങ്ങളുടെ അച്ഛന്മാരാരെങ്കിലും വിശുദ്ധരാവുകയാണെങ്കിൽ ഞങ്ങളെ തോക്ക് പിടിപ്പിക്കുന്നതിൽ നിങ്ങളാരും സംശയിക്കേണ്ടതില്ല. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, തോമാസ് ലീഹായെ പോലെ കുന്തത്തിന്റെ അഗ്രത്ത് രക്തവർണ്ണത്തിൽ ഒരു തുള്ളി ചോരയുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ കേരള സഭയിൽ പൗരോഹിത്യത്തിന്റെ വർണ്ണവും ഇതുപോലെ രക്തത്തിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാം. എല്ലാ കാലത്തേക്കാളും അധികമായി ഇന്ന് പൗരോഹിത്യം ഒന്നുകൂടി ചുവന്നിട്ടേയുള്ളൂ. ഇവിടെ ഇന്നത്തെ കാനോനയിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, അത് വലിയൊരു നിലവിളിയും പ്രാർത്ഥനയുമായിരുന്നു. ദൈവമേ, അപമാനം സഹിച്ച് ഞങ്ങൾ മടുത്തു, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് കേരള സഭയുടെ പൗരോഹിത്യത്തെ പറ്റി സങ്കീർത്തകൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ദീർഘദർശനം ചെയ്യുകയായിരുന്നു എന്ന് സംശയിച്ചു പോകും. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ പുരോഹിതനും പട്ടക്കാരനും മേൽപ്പട്ടക്കാരനും ഒക്കെ ഇവിടെ വിചാരണയ്ക്ക് വെക്കപ്പെട്ടിരിക്കുകയാ. അഭിഷേകത്തിന്റെ വിശുദ്ധ തൈലത്തെക്കാളും അഭിഷേകത്തിന്റെ അപജയങ്ങളുടെയൊക്കെ സെൻസേഷനോടാണ് നമ്മുടെ സമൂഹത്തിനൊക്കെ വലിയ പ്രതിപത്തി എന്ന് പറയുന്നത്. നിങ്ങളിലും ഉണ്ടാകാം, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഷെയറിങ്ങുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും ഒക്കെ വഴിയായിട്ട് ഈ പ്രതിലോമ വികാരങ്ങളോട് പങ്കുപറ്റുന്നവര് എന്ന് പറയുന്നത്. അനൂപ് മൂലൻ, ബിബിൻ മൂലൻ സെമാസിനെ അനുമോദിക്കണം പ്രത്യേകമായിട്ടും. ഇന്നത്തെ കാലത്ത് കേരള സഭയിൽ പുരോഹിതനാകുന്നവൻ അവൻ അക്ഷരാർത്ഥത്തിൽ രക്തസാക്ഷിയ. അദ്ദേഹത്തിന്റെ വർണ്ണം നിശ്ചയമായും രക്തവർണ്ണം തന്നെയാ. ഏത് കാലഘട്ടത്തെക്കാളും അധികമായി ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിലെ പുരോഹിതന് പറയുവാൻ സാധിക്കും, ഈശോയുടെ വാക്കുകൾ കൂടുതൽ അർത്ഥവത്തായിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു,
ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാകുന്നു എന്ന്. കൊട്ടിന്റെയും കുരവയുടെയും നടവിളയുടെയും ആർമാദങ്ങളുടെ പൗരോഹിത്യമല്ല, ക്രിസ്തുവിന്റെ ഉദാത്തമായ രക്തസാക്ഷിത്വത്തിന്റെ പൗരോഹിത്യമാ ഇന്ന് കേരള സഭയിൽ നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. അച്ഛന്റെയും കന്യാസ്ത്രീയുടെയും ഒക്കെ മാർക്കറ്റ് ഇടിഞ്ഞു പോയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ കാണും. അങ്ങനെയുള്ളവരെ എനിക്കും അറിയാം. മാർക്കറ്റുകൾ ഇടിയേണ്ട മാർക്കറ്റുകൾ മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മാർക്കറ്റ് ഒരിക്കലും ഇടിയുന്നില്ല. അത് ഉത്തരോത്തരം കൂടുതൽ തേജോമയമാകുന്നതേ ഉള്ളൂ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ബിബിൻ സംസ്ഥാന അച്ഛൻ ഈ മലയാറ്റൂരിന്റെ മലയടിവാരത്തിൽ ജീവിച്ചത് വെറുതെ ആയില്ല. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആർജവത്വത്തിന്റെ രക്തം അച്ഛന്റെ സിരകളിലും ഒഴുകുന്നത് കൊണ്ടാ അച്ഛൻ ഇന്ന് പൗരോഹിത്യത്തിലേക്ക് അഭിഷിക്തനാകുന്നത്. അച്ഛൻ വലിയ ധീരന്. ഇന്ന് പൗരോഹിത്യം ധീരന്മാർക്കുള്ളതാ. രക്തസാക്ഷിത്വം വരിക്കാൻ ധൈര്യമുള്ളവർക്കാ. ആണുങ്ങൾക്കുള്ളതാ, ലിംഗത്തിന്റെ പേരിലല്ല. ഇത് വലിയ വിപ്ലവത്തിന്റെ സാക്ഷ്യമായതുകൊണ്ടാ ഇന്ന് പൗരോഹിത്യത്തിന്റെ വർണ്ണം രക്തത്തിൻ്റെതാകുന്നുവെന്ന് നമ്മൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, മലയാറ്റൂരിന്റെ വിശുദ്ധ മൂലയിൽ നിന്ന് പുറപ്പെടുന്ന പൗരോഹിത്യങ്ങളെല്ലാം ശാശ്വതമായ ക്രിസ്തുവിന്റെ ഉദാത്ത പൗരോഹിത്യത്തിൽ മുദ്ര വയ്ക്കപ്പെടുന്നതാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. ഈശോ പത്രോസിനോട്, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളിയെ പണിയുമെന്ന് വെറുതെ ശൂന്യതയിൽ നിന്ന് അങ്ങ് പറഞ്ഞതല്ല. അതിന് ദൈവശാസ്ത്രപരമായ ആഴങ്ങളുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയത്തിന്റെ അടിസ്ഥാന ശില അതായിരുന്നു ഭൂമിയുടെ കേന്ദ്രം. ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശില, അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും അവൻ ഓടിച്ചെന്ന് തന്നെ പിടികൂടിയവരുടെ പിടിപിടിച്ച് എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ അടിസ്ഥാന ശിലയെ തൊട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ ആരും തൊടാൻ പാടില്ലെന്നുള്ളതായിരുന്നു വിശ്വാസവും പാരമ്പര്യവും. പലരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും കേൾക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറയുന്ന പ്രതികാരത്തിന്റെ സംസ്കാരത്തില് ബലിപീഠത്തിൽ അഭയം പ്രാപിച്ചവനെ, ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയെ തൊട്ടവനെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല പോലും. പൗരോഹിത്യത്തിന്റെ ആരംഭം ദൈവജനത്തിന്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണെന്ന് ദൈവശാസ്ത്രജ്ഞന്മാര് പറയാറുണ്ടല്ലോ. നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ് ഈശോയുടെ പൗരോഹിത്യമെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രസക്തി ഉത്തരോത്തരം വർദ്ധിക്കുന്നതേ ഉള്ളൂ. ആഗോളതലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് മുഴുവനും നിലവിളികളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന്റെ നിലവിളികള്, വിശ്വാസമില്ലാത്തവരുടെ നിലവിളികള്, സെക്കുലർ ലോകത്തിന്റെ നിലവിളികള്, പുരോഹിതന് വേണ്ടി നിലവിളിക്കുകയാ, ദേവാലയത്തിന് വേണ്ടി ബലിപീഠത്തിന് വേണ്ടി നിലവിളിക്കുകയാ, ശിലയെ തൊടാൻ വേണ്ടി എന്തിനെ തൊടണമെന്നറിയാതെ നിലവിളിക്കുന്ന സമൂഹമാ ഇന്നത്തെ ലോകമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, യുനെസ്കോയുടെ പഠനങ്ങൾ പറയുന്നത് 2030 ലോകത്തെ ഏറ്റവും അധികം മരണം സംഭവിക്കാൻ പോകുന്നത് ഡിപ്രഷൻ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടായിരിക്കുമെന്നുള്ളതാ. മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ഒക്കെ പടിയിറക്കുന്ന മതനിരപേക്ഷതയുടെയും നിരാസത്തിനത്തിന്റെയും ഒക്കെ ബാക്കി പത്രമാ ലോകം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വില എന്ന് പറയുന്നത്. ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണെന്ന് നിങ്ങൾ ഒത്തിരി വായിച്ചു കേട്ടിട്ട് കാണും. പക്ഷേ ഈ ഫിൻലാൻഡിലെ ചെറുപ്പക്കാരായി ഏറ്റവും അധികം ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നുള്ളത് കുത്തക മുതലാളിത്ത വ്യവസ്ഥിതി നിർണയിക്കുന്ന സന്തോഷത്തിന്റെ ഇൻഡെക്സുകളൊക്കെ മനഃപൂർവ്വം ഒളിപ്പിക്കുന്ന വസ്തുതകളാണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, നിലവിളികളാ നമ്മളെല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടിയുള്ള നിലവിളികളാ. വ്യവസ്ഥാപിത മതങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെയും വിശ്വാസത്തെയും ഒക്കെ ഉപേക്ഷിച്ച് പോയവര്
കുർബാന ഉപേക്ഷിച്ച് പോയവര് ഇന്ന് കറുത്ത കുർബാനയുടെ പുറകെ ഓടുകയാണെന്ന യൂറോപ്പിന്റെയും അമേരിക്കയും ഒക്കെ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരാരും നിരീശ്വരന്മാരായി മാറുന്നതുള്ളതല്ല. പാരാനോർമൽ ടൂറിസം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും മനുഷ്യൻ തനിയെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 നടത്തിയ ഒരു പഠനം പറയുന്നത് അക്രൈസ്തവരുടെ ഇടയിൽ പോലും ക്രിസ്തുവിന് വേണ്ടിയുള്ള അന്വേഷണവും ക്രിസ്തുവിനുള്ള അംഗീകാരവും 24% ഉണ്ട് എന്നുള്ളതാ. ക്രിസ്തു അന്നും ഇന്നും എന്നും ഒരാൾ മാത്രം. അവനെ ഒരിക്കലും പുറത്താക്കാൻ സാധിക്കുകയില്ല. ഒരു സെക്യുലറിസത്തിനും ക്രിസ്തുവിനെ ചരിത്രത്തിൽ നിന്നും പടിയിറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏത് കാലഘട്ടത്തിനും വേണ്ട പ്രത്യയശാസ്ത്രമായി ഈശോയുടെ പ്രത്യയശാസ്ത്രം. ആ നിലവിളി, ലോകത്തിന്റെ നിലവിളി ക്രിസ്തുവിന് വേണ്ടിയുള്ള നിലവിളിയാ. ദേവാലയത്തിനും ബലിപീഠത്തിനും വേണ്ടിയുള്ള നിലവിളികളാ. അന്ധകാരത്തിൽ തപ്പിത്തഴയുന്ന ജനതയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാ ഇന്ന് ഓരോ പുരോഹിതനും അഭിഷിക്തനാകുന്നത്. സ്നേഹമുള്ളവരെ, ഈ നിലവിളികളൊക്കെ ഉത്തരോത്തരം വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. ഒത്തിരി ഭാവാത്മകമായ വിവരങ്ങളും നമ്മളോടൊപ്പം ഉണ്ട്. ലൈംഗിക ഭാവാദങ്ങൾ കൊണ്ടൊക്കെ പിച്ച് ചിന്തപ്പെട്ട അമേരിക്കൻ സഭയില് 2014 മുതൽ 1% ദൈവവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. തിരുസഭയെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് PGയോ ഡിഗ്രിയോ ഒക്കെയുള്ള അമേരിക്കയിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് പോലും. മതനിരാസനത്തിന്റെയും വിശ്വാസ നിരാസനത്തിന്റെയും ഒക്കെ കാലചക്രം ഒന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വിപരീതത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോയും ഈശോയുടെ പൗരോഹിത്യവും ഒക്കെ ഏറ്റവും അധികമായിട്ട് അന്വേഷിക്കപ്പെടുകയാണ്. സ്നേഹമുള്ള ബിബിൻ ശംസാന, അച്ഛന് വേണ്ടി നിലവിളിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ജെറുസലേം ദേവാലയത്തിന്റെ ബലിക്കലിന് വേണ്ടി അന്വേഷിച്ച് നടന്നവര് ഇന്ന് അച്ഛനെയും അച്ഛന്റെ ബലിപീഠത്തെയും അന്വേഷിക്കുന്നത് അച്ഛൻ കാണാതിരിക്കരുത്. എന്റെ ജ്യേഷ്ഠൻ അരീക്കമലയിൽ വികാരിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ശബരിമല സീസണില് ക്രിസ്മസിന് കുമ്പസാരിപ്പിക്കാൻ കുമ്പസാര കൂടലിരിക്കുമ്പോൾ ഒരു അയ്യപ്പൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പോലും, അച്ഛൻ ഇവരുടെ എല്ലാം പാപം മോചിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, എന്റെയും കൂടി പാപം ഒന്ന് മോചിച്ചു തരണം. ഞാൻ അല്പം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിട്ട് ഞാൻ അല്പം മദ്യം കഴിക്കുകയുണ്ടായി, ഈ പാപം ഒന്ന് മോചിച്ചു തരണമെന്ന്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി ജാതി മത ഭേദമന്യേ ഒന്ന് ഉദ്ഭൂതമായി കൊണ്ടിരിക്കുന്ന നിലവിളികളുടെ ദൃഷ്ടാന്തമായിട്ട് ഞാനിതൊന്ന് ഓർത്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും പൗരോഹിത്യത്തെ പറ്റിയും മിഷനെ പറ്റിയും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് ആക്രോശങ്ങളാ. ഉത്തരേന്ത്യയുടെ സംസ്കാരത്തില് മിഷണറിമാരെയൊക്കെ കല്ലെറിയുമ്പോൾ ആക്രോശങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിന് മറുപടി പറയുന്നതിലാണ് നമ്മളൊക്കെ ഉത്കണ്ഠാകുലരായിരിക്കുന്നത്, ബദ്ധശ്രദ്ധരായിരിക്കുന്നത്. അതിലുപരി ആക്രോശങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സംസ്ഥാന നിലവിളികൾ നമ്മൾ പോകരുത്. കാരണം ആക്രോശങ്ങൾക്കെല്ലാം മീതെ പുരോഹിതന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലവിളിക്കുന്ന ആനുകാലിക സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അച്ഛന് ധാരാളമായി ഉണ്ടാകട്ടെ. 15-ാം വയസ്സിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ഭോഷത്വത്തെ ആശ്ലേഷിക്കാൻ ധൈര്യം കാണിച്ച ബിബിൻ ശംസാന, അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ ആയുസ് മുഴുവനും ഈ ധൈര്യപ്രകടനത്തിന്റെ ആവർത്തനമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാ. നിലവിളികൾക്കുള്ള പ്രത്യുത്തരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാ. ഞാൻ പറഞ്ഞല്ലോ, ഈശോയ്ക്ക് കല്ല് പാറ എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഇഷ്ടമുള്ള പ്രതീകമായിരുന്നുവെന്ന്. അങ്ങ് ഓശാന ഞായറാഴ്ച കർത്താവ് പറയുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. അന്ന് ഓശാന ഞായറാഴ്ച കല്ലുകളൊന്നും ആർത്ത് വിളിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ കർത്താവ് പാഴ്വാക്ക് പറയുന്നവനല്ല. കർത്താവ് കല്ലുകളെ കൊണ്ട് ആർപ്പ് വിളിപ്പിക്കുന്നുണ്ട്. ആ അത്ഭുതത്തെയാ ഞാൻ പൗരോഹിത്യം എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊക്കെ വിക്കന്മാരാണ് പ്രിയപ്പെട്ടവരെ. സംസാരശേഷി ഇല്ലാത്തവരാ, ഭാഷ അറിയില്ലാത്തവരാ.
പുരോഹിതന്മാര് സംസാരിക്കുകയും പ്രഭാഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രഘോഷണവും സാക്ഷ്യവും എന്നൊക്കെ പറയുന്നത് കല്ലുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഈശോ മിശിഹായുടെ അത്ഭുതം തന്നെയാകുന്നു. അത് സുവിശേഷത്തിൽ കല്ല് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്ന ജീവി കഴുതയാ. പുരോഹിതൻ കഴുതയാണോ കുതിരയാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴുതയാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാനേ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ. കർത്താവിന്റെ അരൂപിയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാ ഞങ്ങളെയൊക്കെ ശ്രവിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇന്നത്തെ തിരുപ്പട്ടത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചു. കൈവപ്പ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ വൈദികാർത്തി 2 കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കും. ഇന്നലത്തെ പട്ടത്തിൽ ഞാൻ കണ്ടു, കയ്യിലുണ്ടായിരുന്ന തൂവാല കൂടി സെമാസൻ കൂടെ നിന്ന് ആളിന്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു. അത് ചെയ്യണം. കാരണം ഉയർത്തിപ്പിടിക്കുന്ന കൈ ശൂന്യമാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാ. ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. കക്ര 2 കൈയിലും കക്ര തരണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നതാ ഈ അഭിഷേകത്തിന് മുന്നിലുള്ള ഈ ഉയർത്തിപ്പിടിക്കല്. സ്നേഹമുള്ളവരെ, അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വേഴാമ്പല് പോയി ദുർബലമായ മരക്കൊമ്പിൽ ഇരുന്നപ്പോഴ് അത് ഒടിഞ്ഞ് താഴെ വീഴുമെന്ന് അലക്സാണ്ടർ പറഞ്ഞപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുക, അല്ല അലക്സാണ്ടർ, നീ ആശ്രയിക്കേണ്ടത് നീ ഇരിക്കുന്ന കൊമ്പിനെ അല്ല, നിന്റെ ചിറകുകളുടെ കരുത്തിനെ നീ ആശ്രയിക്കുക എന്നാ ഉപദേശിക്കുന്നത്. ഞാനതിനെ തിരുത്തി പറയുവാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ചിറകുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ചിറകുകൾക്ക് ഒരു ബലവുമില്ല. ഒടിഞ്ഞ ചിറകുകളാ ഞങ്ങളുടേത്. അതിനർത്ഥം ഞങ്ങൾക്ക് പറക്കാൻ അറിയില്ലെന്നുള്ളതല്ല. ഞങ്ങളുടെ ഇരിക്കുന്ന കൊമ്പുകൾ നല്ല കാതലുള്ള കൊമ്പുകളാ. ക്രിസ്തുവാകുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യവും പുരോഹിതരുമെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും താഴെ വീഴുകയില്ല. ഇടറിയാലും ഞങ്ങൾ മരിച്ചു പോകാറില്ല. പത്രോസിനെ വിളിക്കുമ്പോൾ ഖലീൽ ജിബ്രാന്റെ ഭാവനയിൽ പത്രോസ് ഈശോയോട് പറയുന്ന ഒരു വാക്യമുണ്ട്, നീ എന്നെ വിളിക്കുന്നു കർത്താവേ, നിന്നെ അനുഗമിക്കാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ വീണു പോകും. എന്നിരുന്നാൽ പോലും എന്റെ തമ്പുരാനെ, ഞാൻ വീണ് കിടക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലാണല്ലോ എന്ന് കരുതി ഞാൻ സ്വയം ആശ്വസിപ്പിച്ചു കൊള്ളാമെന്ന്. സ്നേഹമുള്ളവരെ, പൗരോഹിത്യം ഒരിടത്തും വീണിട്ടില്ല. വീണതുപോലെ തോന്നുന്നതേ ഉള്ളൂ. പൗരോഹിത്യം വീണ് കിടക്കുന്നതൊക്കെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലാണ് എന്നുള്ളത് വിശ്വാസ വീക്ഷണത്തിലൂടെ നോക്കുന്നവർക്കൊക്കെ തിരിച്ചറിയാം. ക്രിസ്തുവാകുന്ന കൊമ്പിന്മേൽ ഇരിക്കുന്നവരാരും വീഴുകയില്ല. വീണ്ടും ഞങ്ങളിരിക്കുന്ന കൊമ്പ് അത് തിരുസഭയാകുന്ന കൊമ്പ. നിങ്ങൾ ഓരോരുത്തരുമാകുന്ന കൊമ്പിന്മേലാ പൗരോഹിത്യം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതനൊരിക്കലും വീഴുന്നില്ല. ക്രിസ്തുവിന്റെ പൗരോഹിതത്തിന് പരാജയവുമില്ല. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരുത്തരുതേ എന്ന് നിങ്ങളുടെ അധരങ്ങളിൽ തത്തിക്കളിക്കുന്ന മനോജ്ഞമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അതവിടെ ആവർത്തിക്കപ്പെടുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പൗരോഹിത്യത്തിന് ഒരു പ്രതിസന്ധിയുമില്ല. പുരോഹിതരെയൊക്കെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാറുണ്ടല്ലോ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വെറും ഒരു സുഹൃതജപമല്ല കേട്ടോ. ഞാൻ പല പ്രസംഗങ്ങളിലും പറയാറുള്ളതാ, ഇതൊരു മുദ്രാവാക്യമാകുന്നുവെന്ന്. വിശ്വാസത്തിന്റെ മുദ്രാവാക്യം. ഞങ്ങൾ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിട്ട് ഞങ്ങളുടെ പുരോഹിതരെ ഞങ്ങൾ തന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാ. പുരോഹിതന് നിങ്ങൾ സ്തുതി ചെല്ലുമ്പോൾ, പുരോഹിതന്മേൽ വിധിവാചകം ഉച്ചരിക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തോട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത പുരോഹിതന്റെ മേൽ ഞങ്ങൾ തന്നെ വിധിവാചകം ഉച്ചരിച്ചു കൊള്ളാം എന്ന് നിങ്ങൾ പറയുകയാ. അത് വലിയ ഒരു ഉറപ്പും ധൈര്യം പകർന്നു നൽകലും കോട്ടകെട്ടലും തിരുസഭയ്ക്ക് വേണ്ടിയുള്ള പടപെരുതലുമൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള ഈ വചനം. അതുകൊണ്ട് എല്ലാ തിരുപ്പട്ടത്തിലും ആവർത്തിക്കുക, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. ഇന്നത്തെ തിരുപ്പട്ടത്തിന് ശേഷം നിങ്ങൾ നവവൈദികന്റെ കരങ്ങൾ ചുംബിക്കും. അത് വെറും ഒരു കരചുംബനമല്ല. അഭിവന്യ പിതാവ് അഭിഷേകം ചെയ്യുന്നവനെ ദൈവജനമായ നിങ്ങൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്യുകയാ. ദൈവജനത്തിന്റെ അഭിഷേകമായി കൈമുത്തല എന്ന് പറയുന്നത് അത് മാത്രം മതി. എല്ലാവരുടെയും പൗരോഹിത്യം ഭാവിയോളം അതിന്റെ അന്ത്യം വരെ ഭദ്രമായിരിക്കുന്നതിന് വേണ്ടി സ്നേഹമുള്ളവരെ,
തിരുസഭയാകുന്ന കൊമ്പിന്മേൽ, ക്രിസ്തുവാകുന്ന തായ്തടിയിന്മേൽ, നിങ്ങൾ ഓരോരുത്തരുമാകുന്ന കൊമ്പിന്മേലിരിക്കുന്ന പൗരോഹിത്യം, ആ പുരോഹിതൻ ബധിരനാണെങ്കിലും മൂകനാണെങ്കിലും ഒന്നും ഭയപ്പെടേണ്ടതില്ല. പൗരോഹിത്യത്തിന്റെ ഭാവി അങ്ങേയറ്റം ഭദ്രമാണെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് എന്നും കല്ലുകളെ കൊണ്ട്, നിർജീവമായ കല്ലുകളെ കൊണ്ട് തന്നെ ആർപ്പുവിളികൾ പുറപ്പെടുവിക്കുവാൻ കരുത്തുള്ളവനാകുന്നു ക്രിസ്തു എന്ന്. അവസാനമായി ഒരു കല്ലിനെ കൂടി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസാകുന്ന പാറയിന്മേല ഈശോ തന്റെ സഭയെ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. സഭയുടെ അടിസ്ഥാനം പാറയാ. ഈ സഭയുടെ മേൽക്കൂരയോ അതും പാറയാണെന്ന് പറയുവാൻ തന്നെയാ എനിക്ക് താല്പര്യം. ഉരുട്ടി മാറ്റപ്പെട്ട ഒരു പാറ. പത്രോസും യോഹന്നാനും കൂടെ കല്ലറയിലേക്ക് ഓടി. കല്ലറ മൂടിയിരുന്ന പാറ ഉരുട്ടി മാറ്റപ്പെട്ടിരുന്നു. കല്ലറ ശൂന്യമായിരുന്നു. ശൂന്യതയിലേക്ക് നോക്കിയവൻ വിശ്വസിച്ചു. പ്രാക്കും വിലാപവും അല്ല ശൂന്യതയെ കണ്ടിട്ട് അപ്പസ്തോലന്മാര് പുറപ്പെടുവിക്കുന്നത്, വിശ്വാസത്തിന്റെ ശക്തമായ പ്രഘോഷണമാ. പാറ ഉരുട്ടി മാറ്റപ്പെടുമ്പോൾ വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയാ. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പരമകാഷ്ഠയാ, മേൽക്കൂരയാ ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത്. ഉത്ഥാനത്തിന്റെ ഉരുട്ടി മാറ്റപ്പെട്ട പാറ വലിയൊരു പ്രതീകമാ. ശൂന്യതയെ നോക്കി ആവർത്തിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാ ഉരുട്ടി മാറ്റപ്പെടുന്ന പാറ എന്ന് പറയുന്നത്. നമ്മുടെ കേരള സഭയിലും ഈ ഉരുട്ടി മാറ്റപ്പെടുന്നതിലൂടെ തെളിയുന്ന വിശ്വാസത്തിന്റെ നിരാശയുടെ ശൂന്യതയുണ്ടല്ലോ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കേരള സഭയിലൊക്കെ പ്രത്യേകമായിട്ട് വിശ്വാസത്തിന്റെ ഒത്തിരി ശൂന്യതയെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ജീവദാതാക്കളായി മാറേണ്ട പുരോഹിതര് പോലും സ്വയം ജീവനെടുക്കുന്നതിന്റെ ദുരന്തങ്ങൾ നമ്മളൊക്കെ വായിച്ചറിയുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഒത്തിരി പ്രതിസാക്ഷ്യങ്ങൾ തന്നെയായി മാറുന്നുണ്ട്. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന സഭാധനേയരും സഭാ നേതൃത്വങ്ങളുമുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്ന ദുരന്തങ്ങളുണ്ട്. ശൂന്യതയാ, അന്ധകാരമാ ചുറ്റും നമ്മൾ കാണുന്നത്. നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഈശോ തിരുസഭയെ നവീകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാ നിങ്ങളുടെ ഭാഗ്യപ്പെട്ട ഈ അസ്വസ്ഥതകള്. ആദ്യത്തെ പട്ടത്തിൽ പത്രോസ് അസ്വസ്ഥനായതുപോലെ വിശ്വാസികളുടെ അസ്വസ്ഥതകളിൽ ഈശോ എന്ന് പൗരോഹിത്യത്തെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ പട്ടം കിട്ടിയ അച്ഛന്മാരെ നമ്മൾ പുത്തൻ അച്ഛൻ എന്ന് വിളിക്കും. അത് പട്ടം അങ്ങ് കഴിഞ്ഞത് കൊണ്ട് മാത്രമല്ല, തിരുസഭ എന്നും പുതുപുത്തനായത് കൊണ്ട്. ക്രിസ്തുവിന്റെ പുരോഹിതരെന്നും പുതുപുത്തര. കാരണം തിരുസഭയെ ഈശോ എന്നും നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. മുറിവുകളിലൂടെ, മുറിക്കപ്പെടുന്നതിലൂടെ, രക്തം ചിന്തലിലൂടെ എന്ന് വിശ്വസിച്ചു കൊള്ളുക. തിരുസഭ ഒരിക്കലും അനാഥമാകുന്നില്ല, പഴയതാകുന്നുമില്ല. പൗരോഹിത്യവും അത് തന്നെ. ഇന്നലെ അഭിവന്യ മാധ്യപിതാവ് ഇന്നലത്തെ പട്ടത്തിന് കൊടുത്ത സന്ദേശത്തിൽ പറഞ്ഞ വചനം ഞാൻ ഓർക്കുകയായിരുന്നു. പ്രതിസന്ധികളിൽ വിശ്വസ്തത പുലർത്തുവാനുള്ള ലിയോ മാർപ്പാപ്പായുടെ ആഹ്വാനം. സ്നേഹമുള്ളവരെ, ശൂന്യത കാണുമ്പോൾ ഈ പ്രത്യാശയിൽ നമുക്ക് ആശ്വസിക്കാം. ഈശോ വീണ്ടും ഇടർച്ചയുടെ കല്ലിനെ പറ്റി പറയും. ഇടർച്ചയുടെ കല്ലുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇഷ്ടം പോലെ എല്ലാ ദിവസവും വാർത്തകൾ ലഭിക്കുന്നുണ്ട്. ഇടർച്ചയുടെ കല്ലുകളെ എല്ലാം വിശുദ്ധീകരണത്തിന്റെ വിമലീകരിക്കപ്പെട്ട പവിത്രമായ വിശുദ്ധ മൂലകളാക്കി മാറ്റുവാനുള്ള, മൂലക്കല്ലുകളാക്കി മാറ്റുവാനുള്ള വെല്ലുവിളി നിങ്ങൾ വിശ്വാസി സമൂഹം ഈ തിരുപ്പട്ടത്തിലും കൂടെ ഏറ്റെടുക്കുവാൻ സന്നദ്ധമാകണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് അഭിഷിക്തനാകുന്ന മൂലൻ സംസ്ഥാന ഇന്നത്തെ തിരുപ്പട്ടത്തിലൂടെ പ്രത്യാശയുടെ വക്താവായി മാറട്ടെ. നിരാശയ്ക്ക് മീതെ പ്രത്യാശയുടെ ഒത്തിരി തങ്ക സൂര്യോദയങ്ങള് അച്ഛന്റെ പൗരോഹിത്യത്തിൽ ഉദിച്ചുയരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് അച്ഛന്റെ പൗരോഹിത്യത്തെ ഭരമേൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ പഞ്ചാബ്, രാജസ്ഥാൻ മിഷന്റെ മരുഭൂമികളിൽ, തിരുസഭയുടെ മരുഭൂമികളിൽ അച്ഛൻ മൂലക്കല്ല് തന്നെയായി മാറട്ടെ. അച്ഛന്റെ പൗരോഹിത്യത്തിന് പരിശുദ്ധാരൂപിയുടെ കൃപാവർഷം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.